വിശദമായ വാർത്തകളിലേക്കാണ്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് തുടങ്ങി. 70 മണ്ഡലങ്ങളിലായി 699 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 220 അർദ്ധ സൈനിക യൂണിറ്റുകളും 30,000 പോലീസ് ഉദ്യോഗസ്ഥരെയും ഡൽഹിയിൽ വിന്യസിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, വിവരങ്ങൾ. വൃന്ദ, ഒരു മാസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ഈ ഡൽഹി ജനങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. രാവിലെ 7 മണിയോടെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും 70 മണ്ഡലങ്ങളിലായി 669 സ്ഥാനാർത്ഥികൾ ഇന്ന് ജനവിധി തേടുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും. എന്തായാലും 13,766 ബൂത്തുകളാണ് ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 3000-ഓളം ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണെന്ന സാഹചര്യത്തിൽ വിവിധ ക്രമീകരണങ്ങൾ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ഇതിൽ പ്രധാനമായും ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 220-ലധികം അർദ്ധസൈനിക യൂണിറ്റുകളെയാണ് ഇപ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിന്യസിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 30,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നഗരങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കാടിൽ ഇളക്കിയുള്ള പ്രചരണമായിരുന്നു AAPയും BJPയും കോൺഗ്രസും നടത്തിയത്. എന്തായാലും മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും പിന്നീടുള്ള ജാമ്യവും ഇതെല്ലാം ഒരു സഹതാപ തരംഗം തീർത്ത് ഒരു വോട്ടാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് AAP നോക്കുന്നത്. അതേസമയം തന്നെ പ്രധാനമന്ത്രിയും അമിത്ഷാ അടക്കമുള്ള നേതാക്കളെല്ലാം ഡൽഹിയിലെത്തി തലസ്ഥാനത്തെത്തി ഒരു വലിയ രീതിയിലുള്ള പ്രചരണത്തിന് നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA നേടിയ വലിയ വിജയം ആവർത്തിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സാധിക്കുമെന്നൊരു വിലയിരുത്തലാണ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തിലാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ കോൺഗ്രസിന് ഒരുപാട് വർഷത്തിന് ശേഷം ഡൽഹിയിലെ ഭരണം പിടിച്ചെടുക്കാമെന്ന ഒരു ആത്മവിശ്വാസത്തിൽ കോൺഗ്രസും രാഷ്ട്രീയ കേരളത്തിൽ കളം നിറയുകയാണ്. എന്തായാലും രാവിലെ 7 മണിയോടെയാണ് ഇപ്പം പോളിംഗ് ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ സംഘർഷ സാധ്യത സാഹചര്യം നിലനിർത്തി അല്ലെങ്കിൽ സാധ്യത വിലയിരുത്തി ഒരു വലിയ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനമായും AAP മുഖമായ അരവിന്ദ് കെജ്രിവാളിലേക്കാണ് ഡൽഹി ഒരു ദേശീയ തലത്തിൽ ചർച്ചയാവുന്നത്. എന്നാലും മുൻ മുഖ്യമന്ത്രി AAP നേതാവും കൂടിയായ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ നിന്നാണ് ഇപ്പോൾ ജനവിധി തേടുന്നത്. കഴിഞ്ഞ വർഷം ഇദ്ദേഹം ന്യൂഡൽഹി തന്നെയാണ് മത്സരിച്ചത്. എന്നാലും അരവിന്ദ് കെജ്രിവാൾ ഇത്തവണ ന്യൂഡൽഹിയിൽ മത്സരിക്കാൻ പോകുമ്പോൾ അത് രാഷ്ട്രീയ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. എന്തായാലും മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റും പിന്നീടുള്ള ജാമ്യവും അല്ലെങ്കിൽ BJP സർക്കാരിന്റെ പ്രതികാര രാഷ്ട്രീയമാണെന്ന വിലയിരുത്തലെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാം രീതിയിൽ പ്രതിഫലിക്കും എന്നതൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും BJPയുടെ പർവേഷ് വർമ്മയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഒരു വെല്ലുവിളിയായി തീർന്നത്, എതിർ സ്ഥാനാർത്ഥിയായി തീരുന്നത്. അതുപോലെ കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിത്തുമാണ് മറ്റൊരു അരവിന്ദ് കെജ്രിവാളിനെ സുരക്ഷയിലാണ് ഡൽഹി ജനവിധി തേടി ഇന്ദ്രപ്രസ്ഥാനം ഡൽഹി പോളിംഗ് ബൂത്തിൽ. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു രാജേഷ് ശ്രീനിവാസൻ.